നമസ്കാരം, മിനിവേൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബൈക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട നടപടിക്രമങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ട്രെയിനിൽ രണ്ട് രീതിയിൽ നമുക്ക് ബൈക്ക് കൊണ്ടുപോകാം. ഒന്ന് പാർസലായിട്ട് കൊണ്ടുപോകാം, മറ്റൊന്ന് ലഗേജായിട്ടും കൊണ്ടുപോകാം. ലഗേജായിട്ട് ആണ് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നതെങ്കിൽ അതേ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. എന്നാൽ നമ്മൾ പാർസലായിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ ആ വണ്ടിയിൽ യാത്ര ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചില സ്റ്റേഷനുകളിൽ ഉടമസ്ഥൻ്റെ ഫ്രം ആൻഡ് ടു അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കയറ്റി അയക്കാൻ സാധിക്കും. എന്നാൽ ചില സ്റ്റേഷനുകളിൽ നമ്മുടെ ഉടമസ്ഥൻ നേരിട്ട് പോയാൽ മാത്രമേ നമുക്ക് വണ്ടി കയറ്റി അയക്കാൻ വേണ്ടി കഴിയും. അതുപോലെ നമ്മൾ വണ്ടി അയക്കുന്ന സ്ഥലത്തു നിന്നും എത്തേണ്ട സ്ഥലത്തേക്ക് നേരിട്ട് ട്രെയിൻ സർവീസുകൾ ഉണ്ടായിരിക്കണം. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ലഗേജ് ആണെങ്കിൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. പാർസലാണെങ്കിൽ ആ യാത്രാ ദിവസം പോയാൽ മതി. വണ്ടി പുറപ്പെടുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് നമ്മൾ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ ഫോർമാലിറ്റികളും വളരെ സമാധാനത്തോടെ നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയും. നമ്മൾ അയക്കുന്ന വണ്ടിയുടെ ടാങ്കിൽ നിന്നും പെട്രോൾ മുഴുവൻ ഊറ്റിക്കളയണം. വണ്ടി ഒരു കാരണവശാലും സ്റ്റാർട്ടാവാൻ പാടില്ല. വണ്ടി നമുക്ക് വേണമെങ്കിൽ സ്വയം പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ പോർട്ടർമാരെ സമീപിച്ചാൽ അവർ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തരും. വണ്ടിയുടെ പൊട്ടാനിടയുള്ള സാധനങ്ങൾ, അതുപോലെ മിറർ, ഇൻഡിക്കേറ്റർ സാധനങ്ങൾ നല്ല രീതിയിൽ തെർമോക്കോൾ വെച്ച് പാക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വണ്ടി പാക്ക് ചെയ്തതിന് ശേഷം പാർസൽ ഓഫീസിൽ നിന്നും വാങ്ങിയ ലഗേജ് ഫോം അല്ലെങ്കിൽ പാർസൽ ഫോം പൂരിപ്പിച്ചിട്ട് നേരത്തെ പറഞ്ഞ രേഖകൾ ചേർത്ത് കൊടുക്കണം. എവിടേക്കാണ് അയക്കുന്നത്, അയാളുടെ അഡ്രസ്സ്, പിന്നെ വണ്ടിയുടെ നമ്പർ, ഫോൺ നമ്പർ, അതുകൂടാതെ അയക്കുന്ന ആളുടെ പേര്, അഡ്രസ്സ് എന്നിവ പൂരിപ്പിച്ച് നമ്മൾ നൽകണം. വണ്ടി നമ്മുടെ സ്വന്തം പേരിലല്ലെങ്കിൽ യഥാർത്ഥ ഉടമ നൽകിയ സമ്മതപത്രവും സാക്ഷ്യപ്പെടുത്തിയ തിരിച്ചറിയൽ രേഖയുടെ കോപ്പിയും ഇതോടൊപ്പം നൽകണം. സ്വീകരിക്കുന്ന ആളായി നമ്മുടെ തന്നെ പേരും വിലാസവും നൽകാം. ആവശ്യമായ ഫീസ് അടച്ചതിന് ശേഷം വണ്ടി പാർസൽ ഓഫീസിൽ എത്തിക്കണം. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന നമ്പർ പോർട്ടർമാരെ കൊണ്ട് നമ്മുടെ വണ്ടിയുടെ പാക്കിൻ്റെ മുകളിൽ എഴുതിക്കണം. ലഗേജ് ആണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിയിൽ തന്നെ വണ്ടി കയറ്റിവിടും. പാർസലാണെങ്കിൽ അതേ ദിശയിലുള്ള ഏതെങ്കിലും ട്രെയിനിൽ വണ്ടി കയറ്റിവിടും. എത്തേണ്ട സ്റ്റേഷനിൽ വണ്ടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയൽ രേഖയുമായി സ്റ്റേഷനിലെത്തിയാൽ നമുക്ക് വണ്ടി കൈപ്പറ്റാവുന്നതാണ്. ആദ്യത്തെ 6 മണിക്കൂർ വരെ വണ്ടി സ്റ്റേഷനിൽ സൗജന്യമായി സൂക്ഷിക്കും. അതിനുശേഷമുള്ള ഓരോ മണിക്കൂറും നമ്മൾ 10 രൂപ വീതം പെനാൽറ്റി കൊടുക്കേണ്ടി വരും. ബൈക്ക് ട്രെയിനിൽ കയറ്റാൻ കൂടുതൽ സമയം ആവശ്യമായതിനാൽ പ്രധാന സ്റ്റേഷനിൽ നിന്ന് മാത്രം പാർസലായിട്ട് അയക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കാശ്മീർ യാത്രക്കാരുടെ പതിവ് ഡെസ്റ്റിനേഷൻ ഡൽഹിയും ചണ്ഡീഗഡുമാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യാത്രക്കാരുടെ ഡെസ്റ്റിനേഷൻ കൊൽക്കത്ത, ഗുവാഹട്ടിയുമാണ്. നേപ്പാൾ യാത്രികർ ഗോരഖ്പൂരിലേക്കും ഭൂട്ടാൻ യാത്രികർ സിലിഗുരിയിലേക്കുമാണ് വണ്ടി കയറ്റി അയക്കേണ്ടത്. ട്രെയിനിൽ വണ്ടി കയറ്റി അയക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. യാത്രയുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ.